ഗുഡ് മോർണിംഗ്. മൈ പോസിറ്റീവ് വൈബ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പെറ്റൂണിയ ചെടികൾ വളർത്തുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പെറ്റൂണിയ വളർത്തുന്ന കൂട്ടുകാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് വാട്ടരോഗം, അല്ലെങ്കിൽ പെറ്റൂണിയ പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്നു അല്ലേ. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. വീഡിയോ മുഴുവനായി കാണുക. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിപ്പോൾ ഇതൊരു വാടി നിൽക്കുന്ന പെറ്റൂണിയ നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ ഇതിന് കുറച്ച് വെള്ളം കൂടിപ്പോയപ്പോൾ അത് വാടി നിൽക്കുന്നതാണ്. ഇന്ന് രാവിലെ ഇതിന് അത്യാവശ്യം ഈർപ്പം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ ചെടികളിലും ഒഴിക്കുന്നത് പോലെ തന്നെ ഈ ചെടിയിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു. ഒരു 12 മണിയായപ്പോൾ ചെടിയുടെ അവസ്ഥ ഇതാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഈർപ്പം ഉണ്ടായിരുന്നു. അപ്പം നോക്കാണ്ട് ഒഴിച്ചുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പെറ്റൂണിയകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്കൊന്ന് ഫ്രഷാക്കി എടുക്കണ്ടേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഫ്രഷായി വന്നതെന്നുള്ളത്. ഇത് ഇന്നത്തെ ദിവസത്തെ വീഡിയോ ആണ്. നമ്മളൊരു സൊല്യൂഷൻ ഇതിന് കൊടുക്കുന്നുണ്ട്. ഇത് കൊടുത്തിട്ട് നാളെ രാവിലെ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൊടുത്ത സൊല്യൂഷൻ ആക്റ്റായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഡൈല്യൂട്ട് ചെയ്ത് എടുത്ത് വെച്ചിരുന്ന സൊല്യൂഷൻ നമ്മളൊരു കപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെടിയുടെ ചോട്ടിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഈർപ്പമുണ്ട് എന്നാൽ പോലും നമുക്ക് ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നാളെ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. ഇന്നലെ നമ്മൾ വാടി നിന്ന് കണ്ട ആ ഒരു പ്ലാന്റാണ് ഇത്. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ കൊടുത്ത ഒരു രീതി ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ടെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ താഴെയുള്ള കുറച്ച് ലീഫൊക്കെ ഇങ്ങനെ വാടിയ പോലെ നിൽക്കുന്നുണ്ട്. അതൊരു കാര്യം ചെയ്യണം. നമ്മളൊരു ബ്ലേഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കത്രിക ഉപയോഗിച്ചിട്ട് അത് ഒന്ന് കട്ട് ചെയ്ത് ചെടി ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. അതിന് ശേഷം ഈർപ്പം നോക്കിയതിന് ശേഷം മാത്രം പിന്നെ ഈ പോട്ടിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇത് നല്ല രീതിയിൽ ഉഷാറായിട്ട് വീണ്ടും ചെടി വന്നോളും. അപ്പം ചെടിക്ക് നമ്മളൊരു പുതുജീവൻ നൽകിക്കൊണ്ടാണ് ആ ഒരു രീതി എഫക്റ്റായിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വാടി നിൽക്കുന്ന ചെടി നമുക്ക് ഇങ്ങനെ രക്ഷിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പം അധികമായിട്ടുള്ള ഈർപ്പം വന്നതിന് ഇതായിട്ടാണ് ഇത് വാടി നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു ഫംഗലോ അല്ല ഒരു ബാക്ടീരിയയോ മൂലം ഉണ്ടാകുന്ന ഒരു പെറ്റൂണിയയ്ക്കുണ്ടാകുന്ന വാട്ടരോഗത്തിൽ നിന്നും ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തുടക്കത്തിലാണെങ്കിൽ അതും നല്ലൊരു എഫക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഏത് രീതിയിലും വാടി നിൽക്കുന്ന പെറ്റൂണിയനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ ഈ ഒരു മാർഗം നമുക്ക് നൽകാവുന്നതാണ്. ഇതെന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെയുള്ള പെറ്റൂണിയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടുന്നതാണ്. അതുവരേക്കും ബായ്.